ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, താത്ത സ്റ്റിക്കർ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട്. അപ്പം പിന്നെ പാവയിൽ വെച്ചിട്ട് ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് സ്റ്റിക്കർ ഇതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നു, വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റിക്കർ. ഇത് ഞാൻ ഇതിലൊരു പേപ്പറിന്മേൽ ടാപ്പ് ഒട്ടിച്ചുകൊണ്ടാണ് ഇത് കീറാത്ത പേപ്പർ ഞാൻ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു പേജ് എടുക്കാം. പേജ് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കുഞ്ഞ് ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുഞ്ഞ് പേജ് എടുത്തിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് രണ്ട് സൈഡിലും ടാപ്പ് ഒട്ടിക്കാം. എവിടെയാണോ സ്റ്റിക്കർ ഒട്ടിക്കാൻ തീരുമാനിച്ചത് അവിടെ ടാപ്പ് ഒട്ടിച്ചാൽ ഓക്കെ. അപ്പോൾ ഞാനിവിടെ മൊത്തം ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടോ, മൊത്തം ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ടാപ്പ് ഒട്ടിക്കാത്തില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് പണിയാണ്. നമുക്കതിൽ പിക്ചർ വരയ്ക്കണം. നമുക്കിപ്പോൾ എന്ത് പിക്ചർ വരയ്ക്കാം? ഒരു ബുക്കിൻ്റെ പിക്ചർ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബുക്ക് വരയ്ക്കണം. ബുക്ക് വരച്ചിട്ടുണ്ട്. നമുക്കിതിന് കളർ കൊടുക്കാം. കളർ കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു കുഞ്ഞ് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് വരച്ചതാണ്. നമുക്ക് ഇത് വെട്ടിയെടുക്കാം. പിന്നെ വെട്ടിയെടുക്കുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യാത്തരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഗീവ് അവേ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഗീവ് അവേ തരാത്ത, 50 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, ആയിട്ടുണ്ട്. അപ്പോൾ ഗീവ് അവേ ഞാൻ മറക്കുന്നില്ല. അടുത്ത മാസം വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഗീവ് അവേയും ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ബുക്ക് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാം. കറക്റ്റ് ഇതിന് തന്നെ വെട്ടണം കേട്ടോ. ഓക്കെ, നമ്മൾ ബുക്ക് വെട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ബുക്ക് കാണും. ഇനി ഗൈസ് നമ്മൾ ടാപ്പ് വെച്ചിട്ടിടണം. ഗൈസ് നമ്മൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊറ്റം കണ്ടുപിടിക്കാം ഗൈസ്. കണ്ടുപിടിച്ചു, ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ ടാപ്പ് എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ ഒട്ടിപ്പുള്ളത്, ഇവിടെയാണല്ലോ ഒട്ടിപ്പുള്ളത്, അപ്പോൾ നമ്മൾ ഈ പിക്ചർ നേരെ മറിച്ചിട്ട് വെക്കണം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വെക്കണം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്കി ഭാഗം ഇങ്ങനെ കെട്ടിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ളൂ. ഇനി നമ്മളിതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ ഒരു ആകൃതി, പക്ഷെ അധികം ഇവിടെ ഇത് പേപ്പറാണ്, പക്ഷെ അത് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യരുത്, കുറച്ച് വിട്ടെടുത്ത് വേണം കട്ട് ചെയ്യാൻ, എന്നാലേ ഒട്ടുള്ളൂ. നമ്മൾ ഒട്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേതാ പോയാ ഈ ടാപ്പ് ഒട്ടിച്ച പേപ്പറിലോട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഊരാനും പറ്റും, എടുക്കാനും പറ്റും. നമുക്ക് ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് അത്ര സിമ്പിളല്ല, എന്നാലും ചെറിയൊരു ടഫ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ ശരിയാവും കേട്ടോ. ഗൈസ് ഇനിയും ഉണ്ടാക്കണോ? നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അതാ ഒരു ആൺകുട്ടിയുടെ പിക്ചറാണ്. അപ്പോൾ പെൺകുട്ടിയുമായി ആൺകുട്ടിയും. അപ്പോൾ നമുക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് നിർത്താം ഗൈസ്.
നമുക്കിത് വെട്ടിയെടുക്കണം. മനസ്സിലായില്ലേ? എന്നാലും ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. ക്ലിയറിൽ വെട്ടണം കേട്ടോ. നമ്മൾ തന്നെ അടുപ്പിച്ച് തന്നെ വെട്ടണം. നമ്മൾ എവിടെയാണ് വരച്ചത് ആ വരയുടെ കൂടെ തന്നെ വെട്ടണം. ഗ്യാപ്പ് ഇടാൻ പാടില്ല, എന്നാലേ നമുക്ക് സ്റ്റിക്കർ ആവുള്ളൂ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റിൽ വിട്ടാൽ മതി, പേടിക്കണ്ട, ഞാൻ ചെയ്യും. യെസ്, നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും നമ്മൾ ഒട്ടിപ്പുള്ള ഇതാണ് വെച്ചിട്ട് സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെടുക്കാം. ഈ ഒട്ടിപ്പുള്ള പാകത്തേക്ക് വരച്ച ചിത്രമാക്കിയിട്ട് ഒരു സ്റ്റഡിയിൽ കുറച്ച് വിട്ടിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. പോയി പറ്റും. ചെറുതായിട്ട് കുളമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പേടിയാ യെസ്. നമ്മൾ പത്രം എടുക്കുക. നമ്മൾ അടുപ്പിച്ച് വെട്ടരുതെന്ന് പറഞ്ഞത് ഇനി നമുക്ക് അതേപോലെ നമ്മളൊന്ന് ക്ലിയർ ആക്കണം. എത്ര വലിപ്പമുള്ള സ്റ്റിക്കറോ നമുക്കത് ക്ലിയർ ആക്കണം. ഇതാണ് ഇപ്പോൾ സ്റ്റിക്കറായിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒട്ടിക്കാം. ഇനി ഇതുപോലത്തെ സ്റ്റിക്കർ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റിൽ പറയണേ. ഓക്കെ, ബൈ ബൈ.